ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയുടെ പ്രതിരോധ ഉപകരണങ്ങളുടെ ഉൽപ്പാദനം 1.5 ലക്ഷം കോടിക്ക് മുകളിലെത്തി. കൃത്യമായി പറഞ്ഞാൽ 1,50,590 കോടി രൂപ. ഇത് 2024-25 സാമ്പത്തിക വർഷത്തിലെ കണക്കാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 1.25 ലക്ഷം കോടിയുടെ അതായത് 18% വർധനവ്. ഇനി 2019-20 കണക്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 90% വളർച്ച. 5 കൊല്ലം കൊണ്ട് ഇരട്ടി വളർച്ച എന്നത് വലിയൊരു നേട്ടം തന്നെയാണ്. ഈ നേട്ടം കൈവരിച്ചത് പൊതുമേഖല സ്വകാര്യ മേഖലാ നിർമ്മാതാക്കളുടെ സംയുക്ത പ്രയത്നം കൊണ്ടാണ്. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി ഇറക്കുമതി ആശ്രയത്വം പരമാവധി കുറച്ച് ആഭ്യന്തര ആവശ്യങ്ങൾക്കും അതുപോലെ കയറ്റുമതിയും വർദ്ധിപ്പിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഈ വളർച്ച തീർച്ചയായും നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ ശക്തിപ്പെടുത്തും, പ്രത്യേകിച്ച് അയൽ രാജ്യങ്ങളുമായുള്ള സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ. ഇനി ഈ നേട്ടത്തിന് പിന്നിലെ പൊതുമേഖല സ്വകാര്യ മേഖലാ കമ്പനികളുടെ പങ്കിനെപ്പറ്റി നോക്കിയാൽ ഈ കാലയളവിൽ പൊതുമേഖല 77% ഉൽപ്പാദനം നൽകി. അതേസമയം സ്വകാര്യ മേഖല 23%. പൊതുമേഖല 16% വളർച്ച കാണിച്ചപ്പോൾ സ്വകാര്യ മേഖലയിൽ ഇത് 28%. ഇത് ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായത്തിലേക്കുള്ള സ്വകാര്യ മേഖലയുടെ താൽപ്പര്യത്തിൻ്റെ തെളിവാണ്. ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികൾ വിദേശ നിക്ഷേപം ആകർഷിക്കുകയും അതോടൊപ്പം തൊഴിൽ സാധ്യതകളും വർദ്ധിക്കുന്നുണ്ട്. ഇനി കയറ്റുമതി രംഗത്തെ നേട്ടങ്ങൾ നോക്കിയാൽ അവിടെയും അസാധാരണമായ വളർച്ച കാണാം. DRDOയുടെ ചെയർമാൻ സമീർ കാമത്ത് പറഞ്ഞത് 2024-25 ഏകദേശം 24,000 കോടി രൂപയ്ക്കടുത്ത് പ്രതിരോധ കയറ്റുമതിയാണ് ഇന്ത്യ നടത്തിയത്. ഇത് മുൻ വർഷത്തേക്കാൾ 12% കൂടുതലാണ്. 2028-29 ആകുമ്പോഴേക്ക് 50,000 കോടി എന്ന ലക്ഷ്യം നേടുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയുടെ അറ്റാക്സ്, പിനാക്ക, ബ്രഹ്മോസ്, ആകാശ് തുടങ്ങിയ സിസ്റ്റങ്ങൾക്ക് ദക്ഷിണേഷ്യ, മധ്യപൂർവേഷ്യ, ആഫ്രിക്ക എന്നിവിടങ്ങളിലെ രാജ്യങ്ങൾക്ക് വലിയ താൽപ്പര്യമാണുള്ളത്. ഓപ്പറേഷൻ സിന്ദൂറിലെ വിജയം കാരണം കയറ്റുമതി 2-3 വർഷത്തിനുള്ളിൽ ഇരട്ടിയാകുമെന്ന് കാമത്ത് പറയുന്നു. ഇന്ത്യ ഇപ്പോൾ തന്നെ 80-ലധികം രാജ്യങ്ങളിലേക്ക് ആയുധങ്ങളും അതിൻ്റെ ഭാഗങ്ങളും കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഈ നേട്ടങ്ങൾ രാജ്യത്തിൻ്റെ ആഗോള പ്രതിരോധ ശക്തിയെ എടുത്തു കാണിക്കുന്നു. ഏറ്റവും പുതിയതായി മറ്റൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. പാകിസ്ഥാൻ ആർമി ചീഫ് അസീം മുനീർ അമേരിക്കയുടെ സെൻറ്റക്കോം കമാൻഡർ ജനറൽ മൈക്കൽ കുറില്ലയുടെ വിരമിക്കൽ ചടങ്ങിനായി അമേരിക്കയിലേക്ക് പോകുന്നുണ്ട്. ഇത് 2 മാസത്തിനിടെ മുനീറിൻ്റെ 2ാമത്തെ സന്ദർശനമാണ്. ജൂണിലെ സന്ദർശനത്തിൽ പ്രസിഡന്റ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുകയും പിന്നീട് പാകിസ്ഥാൻ ട്രംപിനെ 2026 നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശവും ചെയ്തിരുന്നു. കൂടാതെ കുറില്ലയ്ക്ക് പാകിസ്ഥാൻ ബഹുമതിയായ നിഷാൻ-ഇ-ഇംതിയാസ് നൽകുകയും ചെയ്തു. അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രതിരോധ സഹകരണം ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ്, പ്രത്യേകിച്ച് പാകിസ്ഥാൻ-ചൈന ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ. പാകിസ്ഥാൻ-US ബന്ധങ്ങൾ ഭീകരവാദ വിരുദ്ധ സഹകരണത്തിന് ഊന്നൽ നൽകുന്നുണ്ടെങ്കിലും ഇന്ത്യക്കും ആശങ്കകളുണ്ട്. എന്നിരുന്നാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ചൈനയും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം വളരുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ബാലൻസിംഗ് നിലനിർത്തുന്നത് ഇന്ത്യക്ക് എന്തായാലും ഗുണം തന്നെയാണ്. ഇത്തവണത്തെ അമേരിക്കൻ സന്ദർശനത്തിൽ അസീം മുനീർ പാകിസ്ഥാൻ അമേരിക്കൻ ബിസിനസ്മാൻ അദ്നാൻ അസദിൻ്റെ പ്രൈവറ്റ് ഡിന്നറിലും പങ്കെടുക്കുന്നുണ്ട്. അസദ് പഴയ പാകിസ്ഥാൻ ജനറൽ പർവേസ് മുഷറഫിൻ്റെ ബന്ധുവാണ്. ഇയാൾ സൈനികർക്കുള്ള ഭക്ഷണ ലോജിസ്റ്റിക് ബിസിനസ്സാണ് നടത്തുന്നത്. മുഷറഫിൻ്റെ ഭരണകാലത്ത് വളർന്ന ബിസിനസ്സിന് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനുമായും ബന്ധമുണ്ട്. നേരത്തെ 2019 അസദിൻ്റെ മകളുടെ വിവാഹ ചടങ്ങിൽ ദാവൂദ് ഇബ്രാഹിമിൻ്റെ കുടുംബാംഗങ്ങൾ പങ്കെടുത്തു എന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഈ ബന്ധങ്ങളൊക്കെ തന്നെയും ഭീകരവാദ ശൃംഖലകളുമായുള്ള പാകിസ്ഥാൻ്റെ ലിങ്കുകളെ സൂചിപ്പിക്കുന്നു. ഇത്തരം ആശങ്കകളൊക്കെ ഉള്ള സാഹചര്യത്തിൽ DRDO ചെയർമാൻ കാമത്ത് പറഞ്ഞതുപോലെ ഇന്ത്യക്ക് ഈ നേട്ടം അഭിമാനകരമായ ഒന്നാണ്. 2014 ആരംഭിച്ച ആത്മനിർഭർ ഭാരതും മേക്ക് ഇൻ ഇന്ത്യയും ഇന്ത്യയിൽ പ്രതിരോധ ഹബ്ബുകൾ സ്ഥാപിക്കുകയും വിദേശ കമ്പനികളുമായി സാങ്കേതികവിദ്യ പങ്കിടൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ഇന്ത്യയുടെ ഭാവിയിലെ സുരക്ഷയ്ക്കും വ്യവസായ വളർച്ചയ്ക്കും ഗുണം ചെയ്യും. അങ്ങനെ തന്നെയാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കൂ.